ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ രണ്ട് തരം പാരാഡിം എന്താണെന്നും വേ ഓഫ് ഓർഗനൈസിങ് എ പ്രോഗ്രാം, അപ്പോൾ അത് രണ്ട് തരത്തിലുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. അപ്പോൾ ആ പാരാഡിമിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാരണം നമ്മൾ പാരാഡിമിൻ്റെ ഹിസ്റ്ററി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും അവസാനം നിൽക്കുന്ന പാരാഡിമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള പാരാഡിമാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. നമ്മൾ പഠിച്ചു C++. നമ്മൾ പഠിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ എന്ന് പറയുന്നത് രണ്ട് തരം പാരാഡിമും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒന്ന് പ്രൊസീജിയറും ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം പ്രൊസീജിയർ സ്റ്റൈലിലുള്ള C++ൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ അന്നേരം ഇതിൻ്റെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ്. When the program gets larger and more complex, the procedure-oriented programming approach is found to have several limitations. No matter how well this approach is implemented, large programs become excessively complex. The main reason for the increasing complexity with procedure programming languages are. ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് കോംപ്ലക്സിറ്റി, സങ്കീർണത എന്ന് പറയുന്ന ഒരു വാചകം. ഇതാണ് പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ സങ്കീർണത എന്ന് പറയുന്നത് എണ്ണം കൂടുന്നതിനനുസരിച്ച് സങ്കീർണത കൂടിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പറഞ്ഞല്ലോ. 2 പേരെ 3 പേരെ അല്ലെങ്കിൽ 5 പേരെ ഉള്ളുവെങ്കിൽ ഒരു ആൾക്കാർ നിൽക്കുവാണെങ്കിൽ അവരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓർഗനൈസേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അതേസമയം ഒരു 100 പേര് അല്ലെങ്കിൽ 200 പേര് അല്ലെങ്കിൽ 500 പേര് 1000 പേര് ഇങ്ങനെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവരെ സർവീസ് ചെയ്യാൻ, ഇപ്പോൾ ഒരു കടയിലായാലും ഒരു സ്കൂളിലായാലും നമ്മൾ എന്താവശ്യത്തിനാണോ ചെന്ന് നിൽക്കുന്നത് അവരെ സെർവ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ പ്രോഗ്രാം ലാർജർ ആകുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, പ്രോഗ്രാമിനകത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. ആ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അത് കൈകാര്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെയുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഈ കോംപ്ലക്സിറ്റിയായി ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ അതിനകത്ത് ആദ്യം ഉള്ളതെന്ന് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡേറ്റ എന്ന് പറയുന്നതിന് വിലയില്ലാതാകുന്നു. രണ്ടാമത് adding new data element may require modifications to all or many functions. ഒരു പുതിയ ഡേറ്റ എലമെൻ്റ് കൂട്ടിച്ചേർക്കുന്നതിന് എല്ലാ ഫംഗ്ഷനുകൾക്കും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ അത് എല്ലാ ഫംഗ്ഷനുകളും മാറ്റേണ്ടി വരും. ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പുതിയ ഡേറ്റ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നാലാമത്തെ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിലെ ഓരോരോ കാര്യങ്ങളും നമുക്ക് പരിശോധിക്കാം. അപ്പം അന്നേരം 4 ലിമിറ്റേഷൻസാണ് പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൻ്റേതായിട്ട് പറയുന്നത്. ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്, ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻസ് ടു ഓൾ ഓർ മെനി ഫങ്ഷൻസ്. എല്ലാ ഫംഗ്ഷനുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും, ഫംഗ്ഷനുകൾ മാറ്റേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്, പുതിയ ഡേറ്റ എലമെൻറ്റ് ആഡ് ചെയ്യാൻ. ദെൻ ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. നമുക്ക് പുതിയ ഡേറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് 1 by 1 ആയിട്ട് നമുക്ക് പോകാം. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്, നോ ഇമ്പോർട്ടൻസ് ഫോർ ഡേറ്റ. ഡേറ്റയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻ പ്രൊസീജിയർ ലാംഗ്വേജ് എംഫസൈസ് ഈസ് ഓൺ ഡൂയിങ് തിങ്സ്. ഹിയർ ഡേറ്റ ഈസ് ഗിവൺ ലെസ് ഇമ്പോർട്ടൻസ്. ലെറ്റ് us explain this with the help of an example. Assume that we have to develop a software for automating the activities at our school. The activities may include admitting a new student, removing a student, recording fees collection details, then timetable, teachers, etc. Imagine we implemented the activities into a software using function for each activity. The data that may be required by most of these functions for their functioning may be the student details stored in an array of structures. The easy way of making this data available to all these functions is to declare the student array as global. Now the data is exposed and any function other than the function that requires this data may also access it and make changes to the data and knowingly or unknowingly, as we cannot imply any restrictions. അപ്പോൾ അന്നേരം പ്രൊസീജിയർ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ലാംഗ്വേജിൻ്റെ പ്രാമുഖ്യം എന്ന് പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, എല്ലാ നമ്മൾ പ്രൊസീജിയർ പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, ഒരു ലൂപ്പ് സ്ട്രക്ചർ ആയിരിക്കും. ഇതല്ലാതെ വേറെ ഒന്നും പ്രൊസീജിയർ ലാംഗ്വേജിനകത്ത് ഇല്ല. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ അത് ഇൻപുട്ടായിരിക്കും, ഔട്ട്പുട്ടായിരിക്കും, അല്ലെങ്കിൽ അരിത്മെറ്റിക് അല്ലെങ്കിൽ ലോജിക്കലായിരിക്കും. ഹിയർ ഡേറ്റ ഈസ് ഗിവൺ ലെസ് ഇമ്പോർട്ടൻസ്. ഇവിടെ ഡേറ്റയ്ക്ക് വലിയ പ്രാമുഖ്യമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ അനുസരിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളുടെ സ്കൂളിൽ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നു. അപ്പോൾ ആ സോഫ്റ്റ്വെയറിനകത്ത് ആ സ്കൂളിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രോസസ്സ് ചെയ്യുകയും എല്ലാ ഡേറ്റയും കൈകാര്യം ചെയ്യുകയും വേണം. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ടും അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു കുട്ടി പുതിയതായിട്ട് വരുന്നു. അപ്പോൾ അന്നേരം അഡ്മിഷൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കാണെങ്കിൽ ഏകജാലകം വഴിയാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്ത് മാർക്കൊക്കെ പ്രോസസ്സ് ചെയ്ത് ഒരു ലിസ്റ്റ് ഇടും. അങ്ങനെ കുട്ടികളിൽ നിന്നും അഡ്മിഷൻ, ഇപ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും എല്ലാവരും അവിടെ ചേരണമെന്നില്ല. അപ്പോൾ അന്നേരം അതിന് സ്കൂളിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമുണ്ട്. റിമൂവിങ് എ സ്റ്റുഡൻറ്റ്, ഒരു കുട്ടി TC, ഇപ്പം നമുക്കറിയാം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്ത് കിട്ടും? TC കിട്ടും. അപ്പോൾ ആ TC കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ നിങ്ങളെ റോളിൽ നിന്ന് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ദെൻ ഫീസ് കളക്ഷൻ, അത് എക്സാമിനേഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ഫീസാകാം, അല്ലെങ്കിൽ PTA ഫണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഫീസ് കളക്ട് ചെയ്യേണ്ടി വരും. ദെൻ ഇങ്ങനെ അതോടൊപ്പം തന്നെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എക്സാമിനേഷൻസ് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. എക്സാമിനേഷൻ്റെ സീറ്റിങ്സ് നടത്തേണ്ടി വരും. അതിൻ്റെ നോർമൽ റോൾ പബ്ലിഷ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആബ്സെൻറ്റീസ് മാർക്ക് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ മാർക്ക് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. പ്രോഗ്രസ് കാർഡ് പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. ഇത് രക്ഷകർത്താക്കളിൽ അയച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ധാരാളം പ്രോസസ്സുകളാണ് ഒരു സോഫ്റ്റ്വെയറിലൂടെ ചെയ്യാനുള്ളത്. ഇത് നമ്മൾ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതിലെ ഓരോ ആക്ടിവിറ്റിയും ഓരോ ഫംഗ്ഷനായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ. ദെൻ ആ കുട്ടിയുടെ TC വാങ്ങി പോകുമ്പോഴത്തേക്ക് ആ TC വാങ്ങിച്ച് കുട്ടിയെ റോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസിനും ഓരോരോ ഫംഗ്ഷൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ, എക്സാം ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ, PTA ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ, ദെൻ ഏതെങ്കിലും ഒരു മാർക്ക് ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഓരോരോ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത്, അത് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. ഇനി ഇതിനകത്ത് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനുകൾക്കും എന്ത് ചെയ്യേണ്ടി വരും, ആക്സസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട്
സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഡ്മിഷൻ നമ്പർ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ഫാദേഴ്സ് നെയിം, ഫോൺ നമ്പർ, തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബാച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഡേറ്റ എന്ന് പറയുന്നത് എല്ലാത്തിനും ആവശ്യമാണ്. ഫീസിന് ആവശ്യമാണ്, അഡ്മിഷൻ നമ്പർ ആവശ്യമാണ്, എക്സാമിനേഷൻ അഡ്മിഷൻ നമ്പർ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ PTA ഫണ്ട് കളക്ട് ചെയ്യാൻ അത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രോസസ്സിനും എന്തിൻ്റെ ആവശ്യമുണ്ട്? ഈ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രക്ചറായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ ആ സ്ട്രക്ചർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡേറ്റ മാത്രമേ ഒരു സ്ട്രക്ചറിനകത്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നിലധികം സ്ട്രക്ചർ നമുക്ക് ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതുകൊണ്ട് ഒരു സ്ട്രക്ചർ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്ട്രക്ചർ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഫംഗ്ഷനും ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഡേറ്റ അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത് 2 ആക്സസിബിലിറ്റി ആണുള്ളത്. ഒന്ന് ലോക്കൽ, ഒന്ന് ഗ്ലോബൽ. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ അത് ഡിഫൈൻ ചെയ്യുന്നത് അവിടെ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് മൊത്തത്തിൽ ആക്സസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ലാബ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ലാബിലുള്ള പെർമിഷൻ എന്ന് പറയുന്നത് അത് റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ആ കമ്പ്യൂട്ടർ ലാബ് എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ അവിടെ ലാബിൽ പെർമിഷനുള്ളൂ, അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അന്നേരം അത് ലോക്കലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിലെയും ബ്ലാക്ക് ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, അതോടൊപ്പം തന്നെ ക്ലാസ്സിലെ പ്രൊജക്ടർ, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ളതെല്ലാം ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അത് വേറൊരു ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്നേരം ഒരു ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്തെ ലോക്കൽ വേരിയബിൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇനി സ്കൂളിൻ്റെ മൊത്തത്തിലുണ്ട്. ഇപ്പോൾ വാട്ടർ ടാപ്പ്, അതോടൊപ്പം തന്നെ ടോയ്ലറ്റുകൾ, ദെൻ ഓഫീസ്, ഇതെല്ലാം എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഗ്ലോബലാണ്. സോ ഇതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോബലാക്കി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം. അപ്പം നമ്മൾ പറയുകയാണ് ഈ ക്ലാസ്സിനുള്ളിലെ കാര്യങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആർക്ക് വേണമെങ്കിലും, ആ ക്ലാസ്സിലല്ലാത്ത ആർക്ക് വേണമെങ്കിലും കമ്പ്യൂട്ടർ ലാബിനകത്തേക്ക് പ്രവേശിക്കാം. പബ്ലിക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. അപ്പം അന്നേരം സ്വാഭാവികമായിട്ടും അതിനകത്ത് ഉള്ള പ്രോബ്ലംസ്, അപ്പം ആ ലാബ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സ്വാഭാവികമായിട്ടും അവിടെ വരും. അപ്പം അങ്ങനെ ഡേറ്റ എന്ന് പറയുന്നത് പ്രൊസീജിയർ സ്റ്റൈൽ അല്ലെങ്കിൽ 2 ആയിട്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് ലോക്കൽ, ഒന്ന് ഗ്ലോബൽ. അപ്പം അന്നേരം കുറച്ച് ഡേറ്റ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനും ആക്സസ് ചെയ്യണമെങ്കിൽ ഓരോരോ ആക്ടിവിറ്റി നമ്മൾ ഓരോ ഫംഗ്ഷനായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പം അങ്ങനെ ആ എല്ലാ ഫംഗ്ഷനും അത് ആക്സസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അത് ഗ്ലോബലാക്കേണ്ടി വരും. അപ്പോൾ അന്നേരമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഗ്ലോബലാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ക്ലാസ് ആ ക്ലാസ്സിലെ പുസ്തകം, ബുക്ക്, അല്ലെങ്കിൽ ബെഞ്ച്, ഡെസ്ക്, ചോക്ക്, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ്, ക്ലാസ്സുകൾ, ഇതെല്ലാം ആക്സസ് ചെയ്യാൻ ആ ക്ലാസ്സുകളെ കുട്ടികൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഗ്ലോബലാക്കി കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കാണ്. സ്കൂളിന് പുറത്തുള്ള ഒരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പേരൻറ്റ് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഏത് ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ പേരൻറ്റിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആ ക്ലാസ് റൂമുകൾ ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ വിവരങ്ങൾ ആക്സസ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇപ്പം നമ്മളുടെ വീട്ടിൽ തന്നെ ആയാലും ഇത് തന്നെ. കുറച്ച് ഡേറ്റ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള പുസ്തകങ്ങളും ബുക്കുകളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മേശപ്പുറത്തായിരിക്കും വെക്കുന്നത്. അപ്പം നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതേസമയം നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങളുണ്ടെങ്കിൽ, വിലപിടിപ്പുള്ള വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് മേശയ്ക്കകത്ത് വെച്ച് പൂട്ടും. ഇതേപോലെ തന്നെ വീട്ടിലെ ഇപ്പം നമ്മൾ റേഷൻ കാർഡ്, അതേപോലെ തന്നെ ആധാർ കാർഡ്, ഓരോരുത്തരുടെ ആധാർ കാർഡ്, ID കാർഡ്, ഇതെല്ലാം നമ്മൾ എല്ലാവരും കാണത്തക്ക രീതിയിൽ ആദ്യത്തെ മുറി തന്നെ വെക്കൂ? ഇല്ല, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും. കാരണം എന്താ? അത് എല്ലാവരും ആക്സസ് ചെയ്യേണ്ടുന്ന ഡേറ്റയല്ല, അത് കുറച്ച് പേര് മാത്രം. നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ, കുറച്ച് പേർക്കേ ഫോൺ നമ്പർ കൊടുക്കത്തുള്ളൂ. അതേസമയം പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് അത് പറ്റത്തില്ല. ഫോൺ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷനുള്ളിൽ മാത്രം കൊടുക്കാം. അതല്ലാതെ കൊടുക്കുകയാണെങ്കിൽ ഗ്ലോബൽ എല്ലാവർക്കും ആക്സസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ മുന്നിൽ നമ്മൾ ഫോൺ നമ്പർ എഴുതി വെച്ചേക്കുന്നതിൻ്റെ കൂട്ടിരിക്കും നമ്മുടെ ഗ്ലോബൽ ഡേറ്റ എന്ന് പറയുന്നത്. മതിലിൻ്റെ പുറത്ത് നമ്മൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ബോർഡിനകത്ത് ഫോൺ നമ്പർ എഴുതി വെക്കുക. അത് ആർക്ക് വേണമെങ്കിലും വായിച്ചൂടെ? അതേസമയം നമ്മളുടെ വീട്ടിനുള്ളിൽ വെക്കുകയാണെങ്കിൽ വീട്ടിനുള്ളിൽ വരാൻ പെർമിഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഫോൺ നമ്പർ ആക്സസ് ചെയ്യാൻ പറ്റൂ. ഇതാണ്
ഈ പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഇതിൻ്റെ വേറൊരു പ്രശ്നം അതാണ്, ഇറ്റ് മേ മേക്ക് ചേഞ്ചസ് ടു ദ ഡേറ്റ നോയിങ്ലി ഓർ അൺലോയിങ്ലി. നമുക്ക് അറിഞ്ഞോ അറിയാതോ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ചേഞ്ചസ് വരാം. ഒരു ഫംഗ്ഷൻ ചിലപ്പം പേരല്ലേ, ആ വേരിയബിളിൻ്റെ പേരല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നെയിം എന്ന് പറയുന്ന ഡേറ്റ, ഇപ്പം നെയിം എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് നെയിമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചറിനകത്ത് ടീച്ചറിൻ്റെ പേരും അതേപോലെ തന്നെ നെയിമാണെന്നുള്ള രീതിയിൽ അത് നമ്മൾ അവിടെ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും, സ്റ്റുഡൻറ്റിൻ്റെ നെയിമായിരിക്കും അവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത്. ഇനി അത് നോക്കിയേ, ഇവിടെ S(100) എന്ന് പറയുന്ന ഒരു അറേ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഒരു അറേയാണ് S(100). അപ്പോൾ അതിന് ഇവിടെ 4 ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ 4 ഫങ്ഷൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ S(100) എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇൻപുട്ട്, ദെൻ അഡ്മിഷൻ, ഫീസ്, ടൈം ടേബിൾ. ഈ ടൈം ടേബിൾ എന്ന് പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ കുട്ടികളുടെ പേരിനോ അല്ലെങ്കിൽ ഫാദേഴ്സ് നെയിമിനോ പിൻകോഡിനോ വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ അവിടെ എന്ത് ചെയ്യപ്പെടും, അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ആക്സസ് ചെയ്യപ്പെടും. അപ്പോൾ ടൈം ടേബിൾ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇതേപോലെ തന്നെ ധാരാളം ഫംഗ്ഷനുകൾ, ടീച്ചറുണ്ട്, അതേപോലെ തന്നെ വേറെ ഓരോരോ ഫംഗ്ഷനുണ്ട്. ഇതിനകത്തെല്ലാം S(100), കാരണം S(100) എന്ന് പറയുന്നത് ഗ്ലോബലാണ്. കാരണം എല്ലാ ഫംഗ്ഷനും വെളിയിലാണ് അതിൻ്റെ ആക്സസിബിലിറ്റി. സോ ദ ഗ്ലോബൽ ഡേറ്റ ഈസ് ഷെയർഡ് ബൈ ഓൾ ദ ഫങ്ഷൻസ് ഓഫ് ദാറ്റ് പ്രോഗ്രാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത് കണ്ടില്ലേ, ഗ്ലോബൽ ഡേറ്റ 1, ഗ്ലോബൽ ഡേറ്റ 2, എല്ലാ ഫംഗ്ഷനും അത് ഷെയർ ചെയ്യുന്നുണ്ട്. മെയിൻ പ്രോഗ്രാം, ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3, ഫംഗ്ഷൻ 4. അപ്പോൾ ഇത് ഈ ഗ്ലോബൽ ഡേറ്റ ആണെങ്കിൽ ഫംഗ്ഷൻ 1 മുതൽ ഫംഗ്ഷൻ 7 വരെയുള്ള എല്ലാം എന്ത് ചെയ്യപ്പെടും, ഷെയർ ചെയ്യപ്പെടും. ദെൻ രണ്ടാമത്തെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ആഡിങ് ന്യൂ ഡേറ്റ ടൈപ്പ് ഡേറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻസ് ടു ഓൾ മെനി ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ എലമെൻറ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയെന്ന് വെച്ചോ. അപ്പോൾ ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, ഈ ഡേറ്റ ഉപയോഗിക്കുന്ന എത്ര ഫങ്ഷൻസ് ഉണ്ടോ അവിടെ എല്ലാം ചെന്ന് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. സിൻസ് മെനി ഫങ്ഷൻ ആക്സസ് ഗ്ലോബൽ ഡേറ്റ, ദ വേ ദ ഡേറ്റ ഈസ് സ്റ്റോർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡേറ്റ cannot be changed without modifying all the functions that access it. If we add new data items, we need to modify all the functions that access the data so that they can also access the new items. It will be hard to find all such functions. അപ്പം അങ്ങനെ എല്ലാ ഫങ്ഷൻസും കണ്ടെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ അന്നേരം നമുക്ക് ഒരു പ്രോഗ്രാമിനകത്ത് പുതിയ ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. ദി എബിലിറ്റി ഓഫ് എ പ്രോഗ്രാം ടു അലോ സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ് വിത്തൗട്ട് മേജർ റീറൈറ്റിംഗ് ഓഫ് കോഡ് ഓർ ചേഞ്ചസ് ഇൻ ഇറ്റ്സ് ബേസിക് ആർക്കിടെക്ചർ ഈസ് കാൾഡ് എക്സ്റ്റെൻസിബിലിറ്റി. നമ്മൾ കോഡിനകത്ത് വലിയ ചേഞ്ച് ചെയ്യാതെ പുതിയ ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറയുന്നത്. പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. അതിന് പുതിയ ഡേറ്റ ടൈപ്പ് നിർമ്മിക്കാനുള്ള ശേഷി ഇല്ല. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ടിപ്പിക്കലി ഹാവ് സെവറൽ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് ലൈക്ക് ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് ഡബിൾ. നമുക്ക് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള സ്വന്തം ഡേറ്റ ടൈപ്പ് ഉണ്ടാക്കാം, ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് അല്ലാത്ത. അപ്പോൾ അതിനെ ആണ് ദേ ആർ എക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്നത്. ദ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആർ നോട്ട് എക്സ്റ്റെൻസിബിൾ. ഇനി അടുത്ത ലാസ്റ്റ് ഏതെന്ന് പറയുന്നത് പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. In procedure programming paradigm, functions and data are not considered as a single unit and are independent of each other. So, neither data or function in procedure-oriented programming by themselves cannot model real-world objects effectively. In procedure-oriented programming, data and functions that operate into the data cannot be grouped. നമുക്ക് ഒരു ഡേറ്റയും കുറച്ച് ഡേറ്റയും ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഫങ്ഷൻസോടെ ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊസീജിയർ പ്രോഗ്രാമിങ്ങിനകത്ത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ, റിയൽ വേൾഡ്, യഥാർത്ഥത്തിലുള്ള വേൾഡിനെ നമുക്ക് മോഡൽ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു
നമുക്കൊരു അനിമേഷൻ ഉണ്ടാക്കണം. അപ്പോൾ അനിമേഷൻ ഉണ്ടാക്കാൻ നമുക്കറിയാം, ഒരു ആളുടെ പടം വരയ്ക്കണം. ആ പടം വരച്ചതിന് ശേഷം അയാൾ ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ കാലുകൾ മൂവ് ചെയ്യണം. അപ്പോൾ ആ കാലുകൾ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അയാൾ ഓടുന്നതായിട്ട് കാണാൻ പറ്റൂ. അല്ലെങ്കിൽ നടക്കുന്നു, വാക്കിംഗ്, അല്ലെങ്കിൽ കൈവെക്കുന്നു, അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മുടി ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്നതെല്ലാം ഓരോ പ്രോസസ്സാണ്. അപ്പോൾ അന്നേരം ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ പ്രോസസ്സുകളെല്ലാം അതിൻ്റെ ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണുള്ളത്. ഇപ്പോൾ ഇതേതാ അനിമേഷൻ ഡേറ്റ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പിക്സൽ സൈസും അതിൻ്റെ കൈകളുടെയും കാലുകളുടെയും വലുപ്പവും ഒക്കെ കമ്പ്യൂട്ടറിനകത്തുള്ള കാണിക്കുന്നതാണ് അതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഈ നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നത്. ഏതൊരു നമ്മളുടെ ലിവിങ് ആയാലും നോൺ ലിവിങ് ആയാലും എല്ലാത്തിനും ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്വഭാവം. അപ്പോൾ അതാ സ്വഭാവം, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സാണ്. ദെൻ അതിനെ നമ്മൾ ആ സ്വഭാവം വെച്ച് നമ്മൾ ഉള്ള ആക്ടിവിറ്റിയാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഡേറ്റയും ബിഹേവിയർ എന്ന് പറയുന്നത് ഫങ്ഷനുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അന്നേരം ഡേറ്റയും ഫങ്ഷൻസുകളുടെ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ഈറ്റിംഗ്, വാക്കിംഗ്, തിങ്കിങ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പ്രോസസ്സുകളെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ മോഡൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്, ലിമിറ്റേഷൻസ് ഓഫ് പ്രൊസീജിയർ പ്രോഗ്രാമിംഗ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.